നമുക്ക് ഇങ്ങനെ ഫുട്ബോളിനെ പറ്റി സംസാരിച്ചിട്ടായിരിക്കാൻ പോവാ. എനിക്ക് അതാ പറയാനുള്ളത്. പ്രീമിയർ ലീഗ് എനിക്ക് എന്താ തോന്നിയേ? പ്രീമിയർ ലീഗ് ഇപ്രാവശ്യം ആർസണൽ ആസ്റ്റൺ വില്ല ആ ഹോം മാച്ച് ഉണ്ടല്ലോ ആർസണലിന്റെ, എനിക്കതാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത്. ആ 2-0 അവർ തോറ്റില്ല, അതായിരുന്നു ചാമ്പ്യൻഷിപ്പ് ലോസ്റ്റ് ചെയ്ത മാച്ച് ആയിട്ട് എനിക്കതാ പറയാം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലത്തെ പോലല്ല, അവര് ലാസ്റ്റിക്ക് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലിയർ ആയി എനിക്കെന്നെ കേൾക്കാൻ വ്യത്യാസം. പക്ഷെ അവർക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് മാച്ചിൽ 3 points ലൂസ് ചെയ്തപ്പോൾ പിന്നെ അത് സിറ്റിന്റെ ഒരു ഫോം വെച്ചിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു. വളരെ ക്രൂഷ്യലായുള്ള മൊമെന്റ് ആയിരുന്നു. അടുത്ത പ്രാവശ്യം 89 points പിടിച്ചിട്ടുണ്ട്. കളിച്ചിട്ടും ട്രോഫിലെസ് ആയി പോവാറിഞ്ഞാല് സങ്കടം തന്നെയാണ്. അല്ല, ലിവർപൂൾ ഇതേപോലെ തന്നെ ആയിരുന്നു. ലിവർപൂൾ മറ്റേ ലീഗ് അടിക്കാൻ അങ്ങനെ അത്ര അടുത്തെത്തി സിറ്റിന്റെ, എന്നിട്ടാണ് ഒരു പോയിന്റിന്. അപ്പൊ നെക്സ്റ്റ് ടൈം ഇതിലേറെ ബെറ്റർ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർസണൽ എന്തായാലും ആ ഒരു കോമ്പീറ്റിംഗ് ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിറ്റിന്റെ ഡോമിനേഷൻ ആണ് മെയിൻ. അതുകൊണ്ടാണ് 4ാമത്തെ ക്ലോപ്പിന്റെ ലിവർപൂളും അത്യാവശ്യം നല്ല സീസൺ, നല്ല റെക്കോർഡ് പോയിന്റ് ഉള്ള സീസൺ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഗാർഡിയോളാണ് കപ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഡോമിനേഷൻ തന്നെ പ്രശ്നം. ബാക്കിയുള്ള ടീം നല്ല കളിക്കുന്നുണ്ട്, പക്ഷെ സെക്കൻഡ് ഹാഫിൽ സിറ്റി പോകുന്ന പോക്ക് അതാണ്. ഒരു കളി പോലും തോക്കാതെ ഒരു പോക്കുണ്ടായിരുന്നു സീസണിന്റെ സെക്കൻഡ് ഹാഫിൽ സിറ്റിനെ പിന്നെ വേറെ ഒരു സാധനം എങ്ങനെയൊക്കെ ജയിക്കുന്നത്. പക്ഷെ അങ്ങനെ അവർ ഇപ്രാവശ്യം അങ്ങനെ അവര് തട്ടിമുട്ടി ജയിച്ച കളികൾ കുറവാണ്. എല്ലാ കളികളും ഡോമിനേറ്റ് ചെയ്തിട്ട് തന്നെ ജയിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം വന്ന കളികളടക്കം സാധാരണ അവര് ഇടയ്ക്ക് കഴിഞ്ഞ സീസണിലൊക്കെ അവസാനം 84 മിനിറ്റ് വരെ 2 ടീം തോറ്റുന്നിട്ട് 3 ഗോൾ അടിച്ചിട്ടാണ് അവർ ലീഗ് വിൻ ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനത്തെ അത്ര. അതെ, ആദ്യം ഒരു ഗോളൊക്കെ അടിച്ചിട്ട് അവര് സേഫ് ആവുന്നുണ്ട് അല്ലേ ഇപ്രാവശ്യത്തെ കളി. ടോട്ടൻഹാമിന്റെ കളിയൊക്കെ അതെ, ടോട്ടൻഹാമിന്റെ കളിയിൽ സണ്ണ് ഗോൾ അടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ആണെങ്കിൽ ആർസണൽ കപ്പടിക്കായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ. അല്ല, അതൊക്കെ അങ്ങനെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മൊമെന്ററിയാ. അതെ അതെ. പിന്നെ എന്താ, അതാണ് മറ്റൊരു ടീമിലേക്ക് നമ്മളുടെ ആ ടീം ജയിച്ചാല് നമുക്ക് കപ്പടിക്കാന്നുള്ളതിലേക്ക് വെക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ തന്നെ ജയിച്ചിട്ടടിക്കുക, അത് തന്നെയാണ്. അല്ല, ഞാൻ പറയാം മൊമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക. ഒരു ടീം അവിടെ ജയിക്കുമ്പോ ഈ ടീം അവിടെ, അങ്ങനെ മനസ്സിലായില്ലേ? ഫുള്ള് ഇതാണ്, ഈവൻസ് ആണൊക്കെ. സിറ്റി കപ്പടിച്ച് തുടങ്ങിയ അങ്ങനെ ഒരു ഇതിലാണ്. അത് പോയിന്റ് ഡിഫറൻസിലായിരുന്നോളാ. അതും മൊമെന്ററി ആയിട്ടുള്ള വലിയ ഒരു കളിയായിരുന്നു. ഫുട്ബോൾ അങ്ങനെ തന്നെയാണ്. അതല്ലേ എന്റെ ഭംഗി. പക്ഷെ FA കപ്പ് ഞങ്ങൾ അടിച്ചു കേട്ടോ. അത് വൻ തിരിച്ചൊരു ഓട്സുകളൊക്കെ തരണം ചെയ്ത് നല്ലൊരു പൈസ ഉണ്ടാക്കിയിരുന്നു. സിറ്റിനെ ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു ശരിക്കും. സിറ്റി അത്രയും കോൺഫിഡൻസിൽ കളിച്ചുകൊണ്ടിരുന്ന ടീമാണ്. കാരണം അവര് ലീഗ് അടിച്ച് പിന്നെ ഒരു ബ്രേക്കിന് പോയി, അതിനുശേഷം തിരിച്ചു വന്നു. സിറ്റി കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട്. പക്ഷെ മാൻ യുണൈറ്റഡിന്റെ കളി, ആ കളി അവര് സൂപ്പറായി കളിച്ചിട്ടുണ്ട്. ആ ഒരു കളി അവരെ ലൈക്ക് പാസിങ് ആയാലും മൂവ്മെന്റ്സ് ആയാലും എല്ലാം നല്ലപോലെ കളിച്ചു. ആസ് എ ടീം അവർ നല്ലപോലെ പെർഫോം ചെയ്തൊരു കളിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് ലൈക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതാണ് കുറെ കാലത്തിന് ശേഷമാണ്, ഒരുപാട് സീസണിന് ശേഷമാണ് യുണൈറ്റഡ് സിറ്റിക്കെതിരെ ഇങ്ങനെ ടാക്ടിക്കലി ഡോമിനേറ്റ് ആയിട്ട് കളിക്കുന്നത് കാണുന്നത്. സാധാരണഗതിയിൽ അത്യാവശ്യം ഗോളൊക്കെ വാങ്ങി ടൂലെസ് ആയിട്ട് തോക്കാറ പതിവ്. ഇപ്രാവശ്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സിറ്റിന്റെ വരവും അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിൾ ടൈപ്പ് ഓഫ് അങ്ങനെ ഒരു വരവായിരുന്നു. കാരണം അതിന്റെ മുമ്പത്തെ റൗണ്ടിൽ ഇപ്പോൾ സെമി ഫൈനലില് ലോക്കൽ ക്ലബിനോട് തട്ടിമുട്ടി, ഷൂട്ട് ഔട്ടിൽ എങ്ങനെയൊക്കെ തട്ടിമുട്ടി കയറി. അതിന് മുമ്പ് ലിവർപൂളിനെ തോൽപ്പിച്ചു. ഏതായാലും ആൾക്കാരൊന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെ യുണൈറ്റഡ് അങ്ങനെ കളിച്ച് ട്രോഫി അടിക്കുന്നുള്ളത്. അങ്ങനെ അത്ര നല്ല സീസൺ ഉള്ളതെന്ന് യുണൈറ്റഡിനെ സംബന്ധിച്ച് ഈ സീസൺ. ഒരുപാട് യങ് പ്ലേയേഴ്സ് വന്നെങ്കിലും അവരെ ഗെയിം പ്ലാൻ വെച്ച് മാത്രം ഒരു നല്ല സീസൺ അല്ലായിരുന്നു. എന്നിട്ടും ഒരു കപ്പ് അടിക്കാൻ പറ്റിയത് അവരുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗത്തിനെ കൂട്ടാം. അല്ലേ, എനിക്കതാ തോന്നിയിട്ടുള്ളത്. കാരണം അവൻ വന്നതിന് ശേഷം നല്ലൊരു ഫുട്ബോൾ, അത്യാവശ്യം നല്ല ഫുട്ബോൾ, തോൽക്കുകയാണെങ്കിലും നല്ല ഫുട്ബോൾ കാണാൻ പറ്റുന്നുണ്ട്. കൺസിസ്റ്റൻസ് അല്ല, അതാണ് പ്രശ്നം. ചില കളികൾ നല്ല കളി കളിക്കും, ഇതേപോലെ തന്നെ ചില കളികൾ അതേപോലെ തന്നെ ലോക്കൽ ടീമിലൊക്കെ പോയിട്ട് സഫർ ചെയ്യും. അതായത് നമുക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള ലെവലിലേക്ക് തോന്നും. അത്രയ്ക്ക് മോശം കളി കളിക്കുകയും ചെയ്യും. പക്ഷെ ഓനിപ്പോഴും ഫുൾ ടീമിനെ, അതാണ് പ്ലേയേഴ്സ്, ശരിയാണ്. കാരണം പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റിയും ഒരു റീസൺ ആണ്. അവർ മെയിൻ ഡിഫൻഡർ ആയിട്ടുള്ള പ്ലേയേഴ്സൊന്നും അവൈലബിൾ ആയി കിട്ടിയില്ല. ലിച്ച മാർട്ടിനസ് സീസൺ പരിക്കായിരുന്നു.
വരാനും അത്ര ഇടയ്ക്ക് പരിക്ക് ഇടയ്ക്ക് പോമോട്ട് അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ നല്ലൊരു നിക്കണം എന്ന് എന്റെ അഭിപ്രായം. ഓ ലിച്ച് എമാരി പ്ലെയർ ആണ്. ലിസാൻഡ്രോ മാർട്ടിനസ് എമാരി പ്ലെയർ ആണ്. ഒരു രക്ഷയില്ല. ഓനെ ഹാളൻഡിനെ അന്ന് നിർവീര്യാക്കിയത് അവനായിരുന്നു FA കപ്പിൽ. പിന്നെ സിറ്റി എന്താ പറയാ, സിറ്റി ഇപ്പോ അടുത്ത സീസണും സിറ്റിക്ക് കുറച്ചുകൂടി മീൻസ് ഞാനൊക്കെ വരുന്നാവോ സ്ക്വാഡുകള് എന്തൊക്കെ വരുന്നാവോ. സിറ്റി എപ്പോഴും നല്ല ഗണ്ണ് ടീം ഉണ്ടാവുന്നുണ്ട്. അവരെ നല്ല പ്ലെയറിനെ സൈൻ ചെയ്യും എന്തായാലും. കാരണം ഡോക്കുവിനെയൊക്കെ കഴിഞ്ഞ വർഷം സൈൻ ചെയ്തില്ലേ. ഡോക്കു ഇപ്പൊ എന്ത് ഹിറ്റാ സത്യം. ഓ എന്താ കളി. ഒരു ഏതെങ്കിലും ഒരു പ്ലെയറിനെ നോക്കി എടുക്കും എന്തായാലും. നല്ലൊരു ലൈക്ക് അത്ര പോപ്പുലറും ആവില്ല എന്നാലോ നല്ല സ്കില്ലുള്ള ഉണ്ടാവും. എല്ലാ സീസണും ഒരു പ്ലെയറിനെങ്കിലും സൈൻ ചെയ്യും അവർ നല്ല പോലെ. കാരണം അവർ ആ ഒരു ഫ്ലോയിൽ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. കാരണം അത്രയും പൈസയൊക്കെ ചെലവാക്കിയതല്ലേ. ഇനി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് പോകാൻ എന്തായാലും ഉള്ള പ്ലാൻ ഉണ്ടാവും. ഒരു പ്രൊജക്ട് തന്നെ, വലിയ പ്രോജക്ട് തന്നെ അവരുടെ സിറ്റിന്റെ. ലിവർപൂളിൽ ആരാ വരുന്നത് എന്തെങ്കിലും തീരുമാനമായോ? ലിവർപൂളിന് മറന്നുപോയല്ലോ. ഒരു പുതിയ കോച്ച് വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത പേര് കേട്ട കോച്ച് തന്നെയാണ്. പക്ഷെ വലിയ ക്ലബുകളൊന്നും കേട്ടു ഒരു പുതിയ കോച്ച് വരുന്ന എന്താണ് നോക്കാൻ പറ്റുമോ? മുമ്പ് ഏത് ക്ലബിന്റെ കോച്ച്? വലിയ ക്ലബ്ബൊന്നും അല്ലായിരുന്നു. ആളുടെ ഇത് സ്പിരിറ്റ് എടുത്തിട്ടല്ലേ ആണ് ക്ലോപ്പ്. ലിവർപൂൾ ഫാൻസിനെ വെച്ച് നോക്കുമ്പോ അവരുടെ ഒരു ലൈഫ് തന്നെ ഏറ്റവും കണ്ണീരണിഞ്ഞ മൊമെന്റ് എന്നൊക്കെ പറയുന്നത്. കുറെ അങ്ങനത്തെ കുറെ ഞാൻ ലേഖനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫാൻസിന്റെ. അതായത് അവർക്ക് ഇത്രയും ഒരു കുട്ടി കരയുന്ന വീഡിയോ കണ്ടായിരുന്നു. അവരുടെ അച്ഛൻ ചെറിയ പെൺകുട്ടി അത്രയും ആ ലാസ്റ്റ് മാച്ചിൽ കരഞ്ഞുകൊണ്ട് കാണുന്ന അത്രയും ഇമോഷണൽ ആയിട്ട് ഫാൻസായിട്ടൊരു ടച്ച് ചെയ്ത് കോച്ച് ഇപ്പോഴൊന്നും ഉണ്ടായിട്ടില്ല. ഫാൻസിനും തന്നെ അവരത്രയും മോശാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒന്ന് രക്ഷിച്ച ആളല്ലേ. ആ ക്ലോപ്പ് എമ്മാരി അതായത് ടോപ്പ് 4 ക്ലബിലേക്ക് ലിവർപൂളിനെ എത്തിച്ചല്ലോ. അതാണ് സമയത്തൊക്കെ സത്യം. എന്താ ക്ലോപ്പിന്റെ വിരമിക്കല്? ക്ലോപ്പ് ഭയങ്കര സൂപ്പർ കോച്ചാണ്. നല്ലൊരു മാനേജ്മെന്റ് ആണ്. ലൈക്ക് അങ്ങനെ ലൈക്ക് എല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ലൈക്ക് നല്ല കുറെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു. അവര് എന്തായാലും ഒരുപാട് ബാക്കപ്പ് ടീം തന്നെയായിരുന്നു ലിവർപൂൾ. ആ ഒരു ആവറേജ് ടീമിൽ നിന്ന് ഒരു ട്രാൻസിഷനുള്ള ടൈമിലാണ് പോയിക്കൊണ്ടിരുന്നത് ലിവർപൂൾ. അവരെപ്പോ ഒരു പുതിയൊരു നല്ല ഒരു സ്ക്വാഡാക്കി മാറ്റിയതിനൊക്കെ ഭയങ്കര ഇപ്പോഴും നല്ല ടീമാണ് അവര്. ഇനി അടുത്ത വരുന്ന ആൾക്കത് ലൈക്ക് നല്ലപോലെ മാനേജ് ചെയ്ത് കൊണ്ടാവുന്നേ ഉള്ളൂ. ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇതിലവർ നിൽക്കണം. ലെജൻഡറി കോച്ച് ഡോട്ട്മുണ്ടില് ഭയങ്കര ലൈക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ക്ലോപ്പിനെ. ഡോട്ട്മുണ്ടിലും അവനങ്ങനെ അതാണ് അവർക്ക്. ലിവർപൂളിലെ ആൾക്കാർക്ക് ഇഷ്ടമല്ലെങ്കിലും ക്ലോപ്പിന് എല്ലാവർക്കും ഇഷ്ടമാണ്. സത്യം ആകെ ഒരു കാര്യമുണ്ട്. എടാ എന്താണ് ആസ്റ്റൺ വില്ല ഭയങ്കര വലിയ സർപ്രൈസ് അല്ലേ? ആസ്റ്റൺ വില്ല ചാമ്പ്യൻസ് ലീഗിൽ എമി മാർട്ടിനസ് ആൻഡ് ശരിക്കും യൂറോപ്പ ലീഗ് ടെക്നീഷ്യൻ ആണ്. ഇനി മൂപ്പർക്ക് വേറെ പ്ലാൻസ് ഉണ്ടോ അറിയില്ല. നമുക്ക് യൂറോപ്പിലേക്ക് പോവാന്ന്. പക്ഷെ നല്ല ടീമാട്ടോ, നല്ല സ്ട്രോങ് ടീമാണ്. അവരെ ഗോൾ കീപ്പർ തന്നെയാണ് ഭയങ്കര പ്ലെയറാ. മാർട്ടിനസ് ഹെവി പ്ലെയർ ആണ്. ഭയങ്കര പിന്നെ ടീമിൽ തന്നെ വേറെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. വാട്കിൻസ്, മെഗ്ഗിൻ, പിന്നെ ഡഗ്ലസ് ലിയാസ് നല്ല പ്ലെയർ, സൂപ്പർ പ്ലെയർ ആണ് ഡഗ്ലസ് ലിയാസ്. പിന്നെ ക്യാഷ് സൈഡില്. പിന്നെ ഏറ്റവും നന്നായി കളിച്ച പ്ലെയർ ബെയ്ലിയാണ്, ലിയോൺ ബെയ്ലി. അവൻ ഇക്കൊല്ലം സൈൻ ചെയ്തതാണ് ആസ്റ്റൺ വില്ല. ഒരുപാട് ഗോൾ അടിച്ചു, നന്നായി ഡ്രിബിൾ ചെയ്തു, നല്ല കളി കളിച്ചിട്ടുണ്ട് ഇതുവരെ. പിന്നെ അത് കഴിഞ്ഞ് സ്പാനിഷ് ലീഗിൽ പോകുമ്പോ എന്താ അവസ്ഥ? ഷാവിനെ സാക്ക് ചെയ്തല്ലേ? എന്താണ് എനിക്കറിയില്ല, എന്താ പറയാ നടക്കുന്നുണ്ട്. അതായത് സ്വാവി ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കോച്ച്. കാരണം സ്വാവി വന്ന സീസൺ അത്രയും 10ാം സ്ഥാനത്ത് വന്ന ടീമിനാണ് അടുത്ത സീസൺ കപ്പ് ലീഗ് അടിപ്പിക്കുന്നത്. പക്ഷെ എന്നാലും ഒരുപാട് മീൻസ് ബാഴ്സനെ പോലത്തെ ഒരു ടീമിനെ കോച്ച് ചെയ്യാൻ മാത്രം ഞാനും വന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം, അതായത് യൂറോപ്യൻ എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം വരാനെന്ന് എനിക്ക് ആഗ്രഹം. പെട്ടെന്ന് ലെജൻഡ് അല്ലേ, ബാക്കിയുള്ളവർ ഔട്ട് വിളിക്കുന്ന പോലെ സാവിനെ ഔട്ട് വിളിക്കാൻ പറ്റില്ല. ഞാനും ആഗ്രഹിച്ചിരുന്നത് യൂറോപ്യൻ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം ക്ലബിലേക്ക് വരാനായിരുന്നു. പിന്നെ പാനിക്കായിട്ട് അന്ന് സൈൻ ചെയ്തു. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ സാവി പോവാന്ന് പറഞ്ഞു, പിന്നെ ക്ലബ്ബ് സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. ക്ലബ് തന്നെ സാക്ക് ചെയ്തിട്ട് ഫ്ലിക്കിനെ കൊടുന്നു. എന്തൊക്കെ നടക്കുന്നത്? ഫാൻസിൻ്റെ ഇടയിലും നല്ല ഇതുണ്ട്, പ്രശ്നങ്ങളുണ്ട് ഈ കാരണം കൊണ്ട്. നോക്കാം, ഫ്ലിക്ക് എന്നെ സംബന്ധിച്ച് നല്ലൊരു അപ്ഗ്രേഡ് ആണ്.
അപ്ഗ്രേഡ് ആണ്. അപ്ഗ്രേഡ് ആണ്. ആ. കാരണം ഫ്ലിക്ക് അതായത് കുറെ കാലമായി ഞങ്ങൾ സ്പാനിഷ് ഫുട്ബോൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ടിക്കറ്റാക്ക ഒന്നല്ല, പാസിംഗ് ഗെയിം, ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കളിക്കുക, കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫ്ലിക്ക് അതിനൊക്കെ പറ്റിയൊരു ബയൺ മ്യൂണിക്ക് അന്ന് 2020 മറ്റേ 6 ട്രോഫി അടിച്ച ആ സീസണൊക്കെ ഫ്ലിക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൻ സീസണായിരുന്നു വന്നത്. അപ്പോൾ അത് ഫിസിക്കൽ ഫുട്ബോൾ വെച്ചിട്ടാണ് അന്ന് അവർ മിക്ക കഴിയും കളിച്ചിട്ടുണ്ടായിരുന്നു. കൗണ്ടർ അറ്റാക്ക്, ഫിസിക്കൽ ഫുട്ബോൾ, പൊസിഷൻ ഫുട്ബോൾ, അതൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റ് വേണം, ആവശ്യമാണ്. അപ്പൊ ഭയങ്കര ഇതാണല്ലോ. കാരണം നിങ്ങളെ ഫുട്ബോൾ പറഞ്ഞാല് കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള കുറച്ചു കാലമായിട്ട് എനിക്ക് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു തന്നെ. ശരിക്കും അതിനുള്ള പ്ലേയേഴ്സ് ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ പണ്ട് മെസ്സി. അതാണ് മെസ്സി പോയപ്പോ തന്നെ ഒരു ടൈം, അതായത് ഗോഡയിലൊക്കെ ശേഷം ടീം മൊത്തം മെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിയിരുന്നു. അപ്പോൾ മെസ്സി ആ കുറവ് കാണിച്ചിരുന്നില്ല. ടീമിലെ അറ്റാക്ക് മോശമാണ്, ട്രാൻസിഷൻ മോശമാണ്, പിന്നെ ക്രോസുകളൊന്നും ഡയഗണൽ ക്രോസ് ഒരിക്കലും വരാറില്ല ഞങ്ങളുടെ ടീമിൽ. അപ്പം മെസ്സി കാരണം അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. മെസ്സി പോയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്ലബിന് മനസ്സിലായി തുടങ്ങിയത്. അപ്പം ഇനി ഒരു ഷിഫ്റ്റ് ആവശ്യമാണ്. നമുക്ക് നോക്കാം എന്താവും നോക്കാം. എനിക്ക് തോന്നുന്നു നല്ല സൈനിങ് തന്നെയാണ് ഹാൻസി ഫ്ലിക്ക്. ശരിക്കും ആ ഒരു ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സാവി പോയാലും ലൈക്ക് പിന്നെ ഒരു ടീം ബിൽഡായി കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് തിരിച്ച് സിദാൻ വന്ന പോലെയൊക്കെ അങ്ങനെ കൊണ്ടുവരായിരുന്നു. സാക്ക് ചെയ്ത് കളയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്തിനാണ് അത് ചെയ്തതെന്നുള്ളത് ഇപ്പോഴും ലൈക്ക് എന്നാ പിന്നെ പോവാന്ന് ഉദ്ദേശിച്ച ആളെ വിട്ടാൽ പോരായിരുന്നു. എന്തിനാ പിന്നെ ആ ഒരു അനാവശ്യ ഡ്രാമയാണെന്ന് തോന്നി എനിക്ക്. പിന്നെ ഹാൻസി ഫ്ലിക്ക് നല്ലൊരു കോച്ചാണ്. കാരണം ബയേണിൽ കളിച്ച ടൈമിൽ തന്നെ അറിയാം 6 ട്രോഫി ആ ഒരു സീസണിൽ വന്ന സീസണിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ലൈക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് ആ ടീം നല്ല പോലെ മുന്നിലേക്ക് പോയി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നല്ല പോലെ ബാർസ ഇമ്പ്രൂവ് ആവുന്നതാണ്. കാരണം അവർക്ക് യൂറോപ്പിന്റെ പുറത്തേക്ക് ആ ഒരു അവരുടെ ഡോമിനൻസ് കൊണ്ടുവരണം എന്തായാലും. കാരണം അവർ ഇപ്പോഴും ലാലിഗയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കളിക്കുകയാണ്. അവർ ഗെയിം പ്ലേ എന്തായാലും മാറ്റേണ്ടതുണ്ട്. കാരണം ആ ടിക്കറ്റാക്കിൽ നിന്ന് പുറത്ത് വന്ന് പേട്ടി പറഞ്ഞ പോലെ ഒരു ഫിസിക്കാലിറ്റി ഉള്ള ഇൻക്ലൂഡ് ചെയ്യണ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കാൻ എന്തായാലും അവർ ചിലപ്പോൾ ഹാൻസി ഫ്ലിക്ക് സഹായിക്കും. മഡ്രിഡിലെ ടോണി ക്രൂസ് അതെ വിരമിക്കുകയാണ്. അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് നമുക്ക്. കാരണം നമ്മളെ ജർമ്മൻ സ്നൈപ്പർ ഇനി ഇല്ല എന്ന് പറയുമ്പോൾ അത്രയും പ്രൈമിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പാസ് ആക്യുറസി നോക്കി കഴിഞ്ഞാലും ലൈക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ള പാസ് ആക്യുറസി, ഗെയിം പ്ലേ. നമ്മൾ ക്രൂസ് കൊടുത്ത ഓരോ പാസ്സൊക്കെ നമ്മൾ ഇപ്പം അടുത്ത് കണ്ടിട്ടേ ഉള്ളൂ. വിനീഷ്യസിന് കൊടുത്ത പാസും ക്രൂഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റുകളൊക്കെ ക്രൂസിൻ്റെ ഇടുന്ന ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ക്രൂസിന് എന്തായാലും മിസ് ചെയ്യും. ആ ഒരു പ്രൈമിൽ നിൽക്കുമ്പോൾ തന്നെയാണ് വിരമിക്കുന്നത്. 34 വയസ്സായിട്ടുള്ളൂ. വേണമെങ്കിൽ ഒരു സീസണോടെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. പക്ഷെ ക്രൂസ് പണ്ട് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഞാൻ അടുത്ത ഒരു വരുന്ന ജനറേഷൻ മാറിക്കൊടുക്കുകയാണ്. ലൈക്ക് ഇനിയും കുറെ പ്ലേയേഴ്സ് ബെഞ്ചിൽ നിൽക്കുന്നുണ്ട്, അവർക്കൊരു അവസരം കൊടുക്കണം. അത് വലിയ മനുഷ്യനാണ്. ആരാണ് ക്രൂസ് പോയപ്പോ ആരാണ് വലിയൊരു വിടവാണല്ലോ. അല്ല ഓൾറെഡി മാഡ്രിഡിൽ ഒരുപാട് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടല്ലോ. സെബയോസ് ഉണ്ട്. കാരണം ഒരു മിഡ് ഭയങ്കര സ്റ്റാഗ്ഡ് ആണ്. കാരണം പിന്നെ ആരെയാണ് പറ്റാത്തത്? എംബാപ്പെ എന്താ അവസ്ഥ? സീനാവല്ലോ. ഭയങ്കര വലിയ ടീമായി ഇപ്പൊ തന്നെ വലിയ ടീമാണ് റയല്. ഞാൻ പറയല്ല, റയല് വമ്പൻ ടീമാണ്. ഇപ്പൊ എംബാപ്പയോടെ വന്നു കഴിഞ്ഞാല് ചിലപ്പോ പിടിച്ചാൽ കിട്ടുമോ എന്നുള്ള അറിയില്ല. കാരണം ലൈക്ക് അറ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ വിനീഷ്യസ് ഒരു സൈഡില്, എംബാപ്പെ, റോഡ്രിഗോ, പിന്നെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബെല്ലിംഗാം ആണ്, ഗോൾ സ്കോറിംഗ് ആണ്. അതേപോലെ വാൽവെർഡെ ഗോൾ സ്കോറിംഗ് പ്ലെയർ ആണ്. കമാവിംഗ, എല്ലാരും ലൈക്ക് എല്ലാം ടാലൻസാ. ഭയങ്കര റയലിന്റെ പ്രത്യേകത അതാണ്. അവര് അതായത് എത്ര നല്ല പ്ലെയേഴ്സ് ആണെങ്കിലും ഇപ്പൊ കസമീരനെ ഒഴിവാക്കി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കസിയസിനെ പണ്ട് ഒഴിവാക്കിയിരുന്നു. അതായത് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺട്രാക്ട് കൊടുക്കില്ല. പെട്ടെന്ന് നല്ല പൈസക്ക്, റൊണാൾഡോ ആയാലും ആ ടൈമിലൊക്കെ പെട്ടെന്ന് നല്ല പൈസക്ക് ഒഴിവാക്കും. പിന്നെ അപ്പോൾ അതിന് അവർ അതിനുള്ള റീപ്ലേസ്മെന്റ് കണ്ടെത്തിയിരിക്കും. അതായത് തുഷമേനി വന്നു, ടോണി ക്രൂസും വരെ മോഡ്രിച്ചൊക്കെ പ്രായമായപ്പോൾ കമിംഗിനെ എടുത്തു, ബെല്ലിംഗാമിനെ എടുത്തു. പെട്ടെന്ന് അവര് ഫില്ലാക്കും പൊസിഷൻ. ട്രാൻസിഷൻ നിൽക്കൂല അവര്. അതാണ് അവര്, അതായത് ഏജിൽ പ്ലേയേഴ്സിനെ കൊണ്ട് റിസ്ക് എടുക്കാൻ നോക്കൂല അവര്. ഇപ്പോൾ തന്നെ ഈ ക്രോസും മോഡ്രിച്ചും കളിക്കാൻ കാരണം അത്രയും സ്കില്ല് ഉള്ളതുകൊണ്ട് മാത്രമാണ് കളിപ്പിക്കുന്നത്. അല്ലെങ്കിൽ 1-2 ദിവസം മുമ്പ് തന്നെ പുറത്താക്കിയിട്ടുണ്ടാവും. ഭയങ്കര ഇമ്പാക്ട് ഉള്ള പ്ലേയേഴ്സും അതാണ് ഇപ്പോഴും സബായിട്ടൊക്കെയാണ് കളിപ്പിക്കുന്നത്. മോഡ്രിച്ച് റിസ്ക് എടുക്കൂല. അതാണ് അവരുടെ പ്രത്യേകത. പിന്നെ എന്താ പറയാ, നേരെ സ്പാനിഷ് അല്ല ജർമ്മൻ ലീഗിലേക്ക് പോയി കഴിഞ്ഞാൽ
ലെവർകൂസൻ അടിച്ചു. പിന്നെ അതേപോലെ എന്താ ഇവര് DFB അവര് വിൻ ചെയ്തു. അവർക്ക് ആകെ മിസ്സായത് യൂറോപ്പ മാത്രം. പക്ഷെ ലോകം ഫുള്ള് അവരുടെ കളിയാണ് എടുത്ത് പറയേണ്ട ഒരു മാച്ച് വരുന്നത്. അതും പിന്നെ അവര് അൺബീറ്റൻ സ്ട്രീക്കും അവരെ പോയി. അവർക്കൊരു ഇൻവിൻസിബിൾ സീസൺ ആ വരുന്നത്. അവരാകെ ഒരു കളിയോ ലൈക്ക് ഇപ്പൊ ആകെ ഒരു കളിയാ തോറ്റത്, അതും 361 ദിവസങ്ങൾക്ക് ശേഷം 51 കളിക്ക് ശേഷമാണ് അവര് ലൈക്ക് നിയർലി എ ഇയർ അവര് ലോസ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ശരിക്കും ഇൻവിൻസിബിൾ അല്ലേ ആ സീസണിലെ സെക്കൻഡ് ലാസ്റ്റ് മത്സരം അതും കൂടി പിടിച്ച് ശരിക്കും അതെല്ലാരും പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ആർസണലിന് ഇൻവിൻസിബിൾസ് എന്നുള്ളത് ശരിക്കും ലീഗിലാണ് മാത്രല്ലേ. അപ്പൊ ലെവർകൂസനും ഇവര് ലീഗിൽ ഇൻവിൻസിബിൾസ് തന്നെയാണ്. ആദ്യത്തെ ബുണ്ടസ്ലീഗയിൽ ഫസ്റ്റ് ടൈമാണ് ഇൻവിൻസിബിൾ തന്നെ. ആകപ്പാടെ 3 വട്ടം വന്നുള്ളൂ. ഒന്ന് ആഴ്സണൽ, അതിന് മുമ്പ് മിലാന് 92 ആ ടൈമിൽ, പിന്നെ വരും അങ്ങനെ തന്നെ വന്നുള്ളൂ തോന്നുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, ഷാവി ഒരെല്ലാം കൂടി നിക്കുന്നില്ലേ? സാബി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താ നോക്കാം അല്ലേ? അതേമാതിരി ഉണ്ടാവും പ്രേമ, എനിക്ക് എന്താ തോന്നുന്നു അല്ലേ? ഭയങ്കര പ്ലേയിങ് സ്റ്റൈൽ, ഭയങ്കര വിങ് ബാക്ക് അംജുവാണ് പറഞ്ഞത്. വിങ് ബാക്സിന്റെ കളിയാണ് മേജർ ആയിട്ടുള്ള. മിഡിലും ഗ്രിമാൾഡോയും നല്ല അറ്റാക്കിങ് രണ്ടുപേരും. 3-man ഡിഫൻസ് ആയതുകൊണ്ട് അവർക്ക് ഡിഫൻസ് അങ്ങനെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ടാക്ടിക്സിന് ഉത്തമം പറ്റിയ പ്ലേയേഴ്സാണ് ഉണ്ട്. ഗ്രിമാൾഡോ ആയാലും പണ്ട് ബാഴ്സന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ അത് ഡിഫൻസീവ് എബിലിറ്റി ഇല്ലാറിട്ട് നമ്മള് മൈൻഡ് ആക്കാത്തൊരു പ്ലെയർ ആയിരുന്നു ആൾക്ക്. പക്ഷെ ആള് ഫ്രീക്ക് സെറ്റ് പീസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ പറയുമ്പോ അറ്റ്ലാന്റ നല്ലൊരു ടീം തന്നെയാണ് കേട്ടോ. ഗ്യാസ്പെറിനി ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾ അവിടെ ചെയ്ത് നല്ലൊരു ടീമാക്കി മാറ്റിയിട്ടുണ്ട് അറ്റ്ലാന്റ. കാരണം നമ്മൾ കഴിഞ്ഞ 3-4 കൊല്ലം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാലിയൻ ലീഗിലായാലും അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലായാലും അല്ലെങ്കിൽ ഏത് യൂറോപ്പ് ലീഗിൽ വന്നാലും അറ്റ്ലാന്റയ്ക്കെതിരെ കളിക്കുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കളി തന്നെയാണ്. കാരണം അത്ര നല്ല ടീമിനെ അവർ അങ്ങനെ ഗ്യാസ്പെറിനി എന്നുള്ള കോച്ചിന്റെ ക്രെഡിറ്റ് തന്നെയാണ്. ആൻഫീൽഡിൽ വന്നിട്ട് ലിവർപൂളിനെ എടുത്തിട്ടല്ലോ. പൊട്ടിച്ച് കയറിയ ടീമായിരുന്നു. അപ്പൊ പിന്നെ ലുക്മാൻ എന്തായിരുന്നു അന്ന്? ലുക്മാന്റെ ഡേ ആയിരുന്നു അന്ന്. അതിലപ്പുറത്ത് എന്താ പറയാ, ഭീകര കളി. ഫ്ലോ സ്റ്റേറ്റിലായിരുന്നു ലുക്മാൻ. അടാ നമ്മള് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വരാൻ പോകുന്നുണ്ട്, മറ്റന്നാളെ വരാൻ പോവാണ്. അതെ, പ്രഡിക്ഷൻസ് നമ്മളെ ഒക്കെ പറയാൻ വേണമെങ്കിൽ എന്റെ പ്രഡിക്ഷൻസ് പോയി. ഞാന് PSG എന്ന് പറഞ്ഞത് PSG തോറ്റു, ഡോട്ട്മുണ്ട് കയറി. റയൽ കറക്റ്റ് ആണ്, പക്ഷെ ഫൈനലിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന റയൽ ജയിക്കുന്നതാണ്. റയൽ എന്തായാലും നല്ല ഒരു കളി തന്നെ ആയിരിക്കും ഫൈനൽ. കാരണം ഡോട്ട്മുണ്ടും അത്ര മോശം ടീമൊന്നും അല്ല, നല്ല ടീം തന്നെയാണ്. എങ്ങനെ ലാൻഡ് സ്ലൈഡ് ആയിരിക്കുമോ? വൻ ജയം ജയിക്കുമോ? ഇല്ല, വൻ ജയം ഞങ്ങള് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാലും ലൈക്ക് എന്ത് വേണേ ഹാപ്പൻ ചെയ്യാം. മൊമെന്ററി ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, റയൽ ലാസ്റ്റ് 90th മിനിറ്റ് ഗോളൊക്കെ അടിച്ച് വൻ ഫേവറേറ്റ്സ് ആണല്ലോ ഈ ഫൈനലിലേക്ക് പോകുമ്പോ. അതെ, വൻ ഫേവറേറ്റ്സ് ആണല്ലോ. ജയിക്കാൻ എന്തുകൊണ്ടും സാധ്യത റയൽ തന്നെയാണ്. ഡോട്ട്മുണ്ട് അങ്ങനെ തള്ളി കളയാൻ പറ്റില്ല. പക്ഷെ ഡോട്ട്മുണ്ട് ലൈക്ക് ക്യാൻ ഹാപ്പൻ, എന്ത് വേണേ സംഭവിക്കാം. ഫുട്ബോളാണ്. ലൈക്ക് ചിലപ്പോ ഡോട്ട്മുണ്ട് ജയിക്കാം, അല്ലെങ്കിൽ റയൽ തന്നെയാണ് ഫേവറേറ്റ്സ്. ജയിക്കാൻ സാധ്യത ഞാൻ കാണുന്ന റയൽ തന്നെയാണ്. എന്തായിട്ട് എനിക്ക് തോന്നുന്നു റയൽ അതാണ്. അവരിപ്പോ ഈ സീസൺ അത്യാവശ്യം നല്ല ഫോമിലാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും എങ്ങനെ കണക്കൂട്ടിയാലും ഫേവറേറ്റ്സ് റയൽ തന്നെയാണ്. ബൊറൂഷ്യ നല്ല കളി കളിക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രതീക്ഷയുണ്ട്, ഞാനും ബൊറൂഷ്യ കപ്പടിക്കുന്നുള്ള നിക്കുന്നത്. നോക്കാം. പക്ഷെ റയൽ എന്താ വെച്ചാല് അവരിപ്പോ തട്ടിമുട്ടി കയറി സീസണിലായാലും ഫൈനലിൽ എത്തുമ്പോ അവര് രണ്ട് കളി അതാണ്. പിന്നെ ലിവർപൂളിനായിട്ടുള്ള കളികള്, 2 ഫൈനലുകള് അതാണ്. അവരുടെ ആ വിജയം പിടിച്ചു അങ്ങനെ ഫൈനലിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കല്ല ഇപ്രാവശ്യം അണ്ടർഡോഗ് സ്റ്റോറീസ് കുറെ നടക്കുന്നുണ്ട്. ഞങ്ങള് വൻ അതാണ് ഇതായിരുന്നു ഓഡ്സ്, ഞങ്ങൾക്ക് വൻ അഗെയിൻസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് കപ്പ് ഫൈനലിന് പോയപ്പോ എന്താ പറയാ. അപ്പോ നടന്നുകൂടാ ഇല്ല. അതാണ് തന്റേതായ ഒരു ദിവസം മതി ഏത് ക്ലബിനും. ലുക്മാന്റെ മാതിരി ആരെങ്കിലും അവതരിച്ചാല് ആരെങ്കിലും ഒന്ന് കളിച്ചാൽ മതിയല്ലോ. കാരണം PSG ആയിട്ട് പോകുമ്പോ തന്നെ അവർക്ക് വിൻ പ്രോബിലിറ്റി എല്ലാവരും കുറവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ 2 ലെഗിലും ഗോൾ അടിപ്പിക്കാൻ പറ്റാതെയാണ് ജയിച്ചുള്ളത്. അപ്പൊ അവരൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. എന്താ എനിക്ക് തോന്നുന്നു ബൊറൂഷ്യ ജയിക്കുന്ന. ഞാൻ അണ്ടർഡോഗ് സ്റ്റോറിയില് അടുത്ത് വിശ്വസിക്കുന്നുണ്ട്. റേസ് എന്തായാലും പോവല്ലേ മച്ചാൻ. ടോണി ക്രൂസിനും ആണ് ഫെയർവെൽ. നിങ്ങൾ ഫെയർവെല് കൊടുക്കാൻ നിൽക്കായിരിക്കില്ലേ? പക്ഷെ അവന് കുറെ കിട്ടിയില്ലേ? ക്രൂസ് പിന്നെ ലൈക്ക് റിട്ടയർ ചെയ്യാണ്. അപ്പൊ ഒരു ട്രിബ്യൂട്ട് പോലെ അത്രയും ലെജൻഡ് അല്ല നമ്മളെ ക്ലബത്തെ. ടോണി ക്രൂസ് ഫസ്റ്റ് സൈൻ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാകും. നല്ല പ്ലെയറാ. ലൈക്ക് എല്ലാവരും പറയുന്നുണ്ട് ലൈക്ക് ടോണി ക്രൂസ്
റയൽ ഹൈജാക്ക് ചെയ്തതാണ്. അത്രയും നല്ല പ്ലെയർ ആണ്. അത് ചെറിയ ഡീലിനാണ് അവരെ ക്ലോസ് ചെയ്തത് അവര്. കാരണം അത്രയും യങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ലൈക്ക് ഭയങ്കര ഭയങ്കര പറഞ്ഞിട്ടുള്ള പ്ലെയർ ആണ് ടോണി ക്രൂസ് ഇനി ഫ്യൂച്ചറിലേക്ക്. അവന്റെ ഷൂസ് ഒക്കെ ഒരു ബൂട്ടേ യൂസ് ചെയ്യുന്നുണ്ടോ അതന്നെ കഴുകി അങ്ങനത്തെ ഡിസിപ്ലിൻ സെയിം ഷൂസ് ഷൂസ് ഇടയ്ക്കിടയ്ക്ക് മാറാറില്ല. സെയിം ഷൂസ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഇനി യൂറോകപ്പ് വരുന്നുണ്ടല്ലോ. യൂറോയിലുണ്ടല്ലേ? യൂറോ എന്താ അവസ്ഥ? ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ്, ഹംഗറിയാണ്. ഹംഗറി, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, സ്കോട്ട്ലാൻഡോ? സ്കോട്ട്ലൻഡ്, ഹംഗറി. എന്താ തോന്നുന്നത്? അത് ജർമ്മനി. യൂറോപ്പില് പിന്നെ എന്താ തേർഡ് പൊസിഷൻ വരെയുള്ളവർക്ക് ചാൻസ് ഉണ്ട്. പിന്നെ എന്താ സിക്സ് ഗ്രൂപ്പിൽ ബെസ്റ്റ് സ്ക്വാഡ്സ് ഒക്കെ വന്നോ? സ്ക്വാഡ്സ് ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോണീന്റെ മുമ്പേ എന്തായാലും പ്രഡിക്ഷൻസ് നമുക്ക് ഇപ്പൊ എഴുതിക്കണം. ആയിക്കോട്ടെ, നമുക്ക് ഗ്രൂപ്പിലെ ഫസ്റ്റുകൾ പറയാം. അല്ല, ഫസ്റ്റും സെക്കൻഡും പറയാം. ജർമ്മനി, സ്വിറ്റ്സർലൻഡ് അല്ലേ? അതാ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയുള്ള സ്കോട്ട്ലൻഡ്, ഹംഗറിയാണ്. സ്കോട്ട്ലാൻഡ് മെക്ടോമിനുണ്ട്. ജർമ്മനി എപ്പോഴും നല്ലൊരു ഡീസന്റ് സ്ക്വാഡ് ഉണ്ടാവും. നല്ലൊരു ആവറേജ് ഗ്രാനിറ്റ് ഷാക്ക, ഷക്കീറി എല്ലാരും കളിക്കും. അവരൊക്കെ എപ്പോഴും വേറെ പല ക്ലബിലോ അല്ലെങ്കിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് ബിയില് ഇറ്റലി, സ്പെയിൻ, ക്രൊയേഷ്യ, അൽബേനിയ. അത് അതിൽ 3 ആൾക്കാർ കയറുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അൽബേനിയക്ക് പണി കിട്ടുന്നത് പോയിന്റ് ലൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളത് നല്ല ഇമ്പോർട്ടന്റ് ആവും. കാരണം ബാക്കിയുള്ള ഗ്രൂപ്പില് തേർഡ് പൊസിഷനിലുള്ളവര് അങ്ങനെ സാധനം ഉണ്ടല്ലേ? ബാക്കിയുള്ളവരെ കളി ബാധിക്കില്ലേ? അൽബേനിയ കളി ജയിച്ചാല് അതില് ഫസ്റ്റും സെക്കൻഡും വരാൻ സാധ്യത ഏതൊക്കെ തോന്നുന്നത്? ഇറ്റലിയും സ്പെയിനാണ് എനിക്ക് തോന്നുന്നത്. ക്രൊയേഷ്യ പക്ഷെ എന്താ പറഞ്ഞ ക്രൊയേഷ്യ കഴിഞ്ഞ വേൾഡ് കപ്പിലും അങ്ങനെ വന്നപ്പോ എന്തായിരുന്നു അവസ്ഥ? ക്രൊയേഷ്യ സെമിയിലെത്തിയില്ലേ? അല്ല, ഇറ്റലി ഫേവറേറ്റ്സ് ആണ്. കാരണം അവരാണ് ലാസ്റ്റ് യൂറോ അടിച്ചത്. പക്ഷെ ഇറ്റലിയില് അവരുടെ ഡിഫൻസിലൊക്കെ വയസ്സായവരുന്നല്ലോ, പുതിയ പിള്ളേരായിരിക്കും. അതിന് വലിയൊരു ബനൂച്ചിയും മറ്റേ ഇവനെ ചില്ലേനിയാണെന്നല്ലോ. അവരന്ന് 37-36 37-38 ഉണ്ട്. പിന്നെ ബുഫോൺ ഇല്ല, ഡോണറൂമ ആയിരിക്കും. ഡോണറൂമ നല്ല പ്ലെയർ ആണ് എന്റെ അഭിപ്രായത്തിൽ. പിന്നെ ഗ്രൂപ്പ് സി ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്, സെർബിയ, സ്ലോവേനിയ. ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്. സെർബിയ നല്ല ടീമുണ്ടല്ലോ, കുഴപ്പമില്ലാത്ത നല്ല ടീമുണ്ട്. പക്ഷെ മറ്റേത് ഡെൻമാർക്കും എപ്പോഴും നല്ല. ഡെൻമാർക്ക് കഴിഞ്ഞ ഇതില് വമ്പൻ പോക്കുപോയ ടീമല്ലേ അവര്. അവരെന്ത് കളി കളിച്ചിട്ടുണ്ട് വേൾഡ് കപ്പില്. പിന്നെ ഇംഗ്ലണ്ട് അല്ലേ? ഇംഗ്ലണ്ട് എമ്മാരി സ്ക്വാഡാണ്, കപ്പടിക്കാൻ സാധ്യതയുള്ള സ്ക്വാഡായിട്ടാണ് സത്യം. റാഷ്ഫോർഡ് ടീമിലില്ല. നല്ല സൂചനയല്ലേ? സൗത്ത് കനിയണം, അതിന്റെ മെയിൻ സത്യം. റാഷ്ഫോർഡ് ഇപ്പൊ ഫോമിലല്ല. ഇടയ്ക്ക് ഇങ്ങനെ ഡ്രോപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണ് പ്ലേയേഴ്സിന് അതായത് എപ്പോഴും ഒരു പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് റാഷ്ഫോർഡിന്റെ ഒക്കെ മെയിൻ പ്രശ്നം. യുണൈറ്റഡ് ഒരു സ്റ്റാർ ബോയ് ആയിട്ട് കണ്ടിട്ട് എങ്ങനെ കളിച്ചാലും അടുത്ത കളി ഫസ്റ്റ് ടീമിന് അവസരം കൊടുക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പ്ലെയർ ഒരിക്കലും ഡെവലപ്പായി വരില്ല. സത്യം, റിജക്ഷൻ കൊടുക്കണം, എന്നാലാണ് അവർക്കൊരു വാശി ഉണ്ടാവും. അതെ, നല്ല കളിച്ചാല് ടീമിൽ വരുള്ളൂ. റാഷ്ഫോർഡിന്റെ ഇമ്പാക്ട് ഒക്കെ വളരെ കുറവാണ്. ഫോർഡനൊക്കെ എന്തായിരുന്നു ഈ സീസണിലൊക്കെ ഫോർഡൻ കളിച്ച കളി. പ്ലെയർ ഓഫ് ദ ഇയർ തന്നെ 27 ഗോൾ അടിച്ചിട്ടുണ്ട്. 27 ഗോൾ, 12 അസിസ്റ്റ് ഓവറോൾ ടോട്ടൽ എല്ലാ ലീഗിലും എല്ലാ കോമ്പറ്റീഷൻസും നോക്കിയിട്ട്. ഫോർഡനൊക്കെ ഇടയ്ക്ക് ബെഞ്ചിൽ എടുത്തതാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഫോർഡനൊക്കെ കളിപ്പിക്കണ്ട്. ചില കളികൾ ഭയങ്കര കളിയാ. സത്യം. പിന്നെ ഡി ആണ് അടുത്തത്. ഡിയില് ഫ്രാൻസ്, നെതർലൻഡ്സ്, ഓസ്ട്രിയ, പിന്നെ പോളണ്ട്. അത് നല്ല ടൈറ്റ്. ഫ്രാൻസ്, നെതർലൻഡ്സ് കയറാനാണ് സാധ്യത. പോളണ്ട് അവരുടെ ഹിസ്റ്ററി കുറച്ചുകൂടി സ്ട്രോങ് ആണല്ലോ. പോളണ്ട് എന്താ അവസ്ഥ? കഴിഞ്ഞ വേൾഡ് കപ്പ് എന്ത് ഫോമില്ലായിരുന്നു കിട്ടി. നമ്മളേറ്റവും ജയിച്ചു. പക്ഷെ ഹോളണ്ട് ആയിരുന്നു നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന്. എന്താ പറയണേ? പെനൽറ്റിയില് ടൈറ്റ് ആയില്ലേ ലാസ്റ്റ് അവര്. ക്വാർട്ടർ ഫൈനലില് വളരെ മോശം.
ഒഫൻസിന്റെ ഓർമ്മ നോക്കാം, അത് തിരിച്ചു നോക്കാം. നോക്കാം. പിന്നെ ഓസ്ട്രിയ, പിന്നെ ബെൽജിയം, യുക്രൈന്, റൊമാനിയ, സ്ലോവേക്കിയാണ് ഗ്രൂപ്പ് ഇ. എന്തായാലും ഉക്രൈന്, ബെൽജിയം എന്തായാലും കയറും. ബെൽജിയം എന്തായാലും കയറും. യുക്രൈൻ ആയിരിക്കും. ഉക്രൈനായിരിക്കും. യുക്രൈൻ ഓവർ എഫക്റ്റഡ് ആണ്, ബട്ട് ആ ടീം ഉക്രൈൻ കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാതെ എല്ലാ ലീഗിലും കളിക്കുന്നുണ്ട് അവരുടെ പ്ലേയേഴ്സ് ഒക്കെ. ആ. പിന്നെ അപ്പൊ ഉണ്ടാവും. പിന്നെ അത് പിന്നെ ലാസ്റ്റ് ഗ്രൂപ്പ് എഫ്, പോർച്ചുഗൽ, തുർക്കി, ഇംഗ്ലണ്ട് group. ചെക്ക് റിപ്പബ്ലിക്, ജോർജിയ. അത് പോർച്ചുഗൽ പോർച്ചുഗലും എന്തായാലും കയറും. കാരണം അത്യാവശ്യം നല്ല squad വലിയ- ഉണ്ടാവും. ഉം. നല്ല അല്ല squad ഉണ്ട്. അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടീംസ് ഒന്നും ഇല്ല. പിന്നെ തുർക്കി തന്നെ പിന്നെ ഉള്ളു. തുർക്കി, സ്ക്വാഡ് സെറ്റ് റൊണാൾഡോ ഉണ്ടോ? അവിടെ ഉണ്ട്. അതുകൊണ്ട് അല്ല. നാളില്ലാതെ എന്ത് ചെയ്യും. അതെ അതെ അതെ, അണ്ണനില്ലാതെ അതൊക്കെ അത്രേ ഉള്ളൂ. ആ പിന്നെ അതന്നെ ഉള്ളു. ആ അത് പോർച്ചുഗലും മറ്റേ തുർക്കിയല്ലേ തുർക്കി തന്നെ സാധ്യത. തുർക്കി നല്ല ടീമാണ്. തുർക്കി എപ്പോഴും ഒരു ഡീസന്റ് ടീം ഉണ്ടാവില്ലല്ലോ. എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അതെ അതെ, നല്ല ലീഗ് ഉണ്ടല്ലോ അവിടെ, അതുകൊണ്ടായിരിക്കും. കുറെ നല്ല കുറെ നല്ല ടീംസ് കളി ഉണ്ട്. കളിക്കാൻ ചാൻസ് ഉണ്ട്. തന്നെ കഴിഞ്ഞ ഗ്രൂപ്പിൽ നല്ല കളിയായിരുന്നു. ചെക്ക് പണ്ട് മറ്റേ നെദ്വത് അല്ലേ, നെദ്വതൊക്കെ ഉണ്ടായിരുന്നു. ഉം. ചെക്ക് ഒരു ഭീകര ടീമായിരുന്നു. ലെജൻഡ് പ്ലെയറാ. ചെക്കനല്ലേ, ഞാൻ മാറി പറയുന്നതല്ല, ക്രൊയേഷ്യ. അതെ. ചെക്കനാണ്. പിന്നെ കോപ്പ അമേരിക്ക കോപ്പ അമേരിക്ക ഫസ്റ്റ് ഗ്രൂപ്പിൽ അർജന്റീന, ചിലി. അല്ല, ഗ്രൂപ്പ് പ്രഡിക്ഷൻ വേണ്ടായില്ല, അതിന് നമുക്ക് നേരെ കപ്പ് പ്രഡിക്ഷൻ തന്നെ പ്രൊഡിക്ഷൻ നടത്താല്ലേ. ആർക്കാരാ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് അർജന്റീന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് ഇപ്പോ. ലൈക്ക് വേൾഡ് കപ്പ് അവരാ ജയിച്ചത്. പിന്നെ അവരെ അത്രയും കോൺഫിഡൻസ് നിൽക്കുന്ന ടീമാണ്. ബ്രസീലിൽ ഞാൻ അത്ര ചാൻസ് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അർജന്റീനയുടെ ജയിക്കാൻ ചാൻസ്. എന്താ ആവശ്യമല്ലേ? അതെ, ചാൻസ് ബ്രസീലിലെ ചെറിയൊരു പേടി ഉണ്ട് കേട്ടോ. വിനീഷ്യസും റോഡ്രിഗോയും തന്നെ. നല്ല ടീം. ഡാർവിനെ കയ്യില് ഉണ്ടല്ലോ അല്ലേ, വാൽവെർദെ ഉണ്ട്. അർജന്റീന മാതിരി ഫോമിലാണ് കിട്ടിയത്. എന്താണ് അവരെ കോച്ച് ആ കോച്ച് തന്നെ ബിഎൽസിയുടെ കോച്ച്. ഓ എന്റെ മോനെ, റീസെന്റ് കഴിഞ്ഞ ലാസ്റ്റ് കളി തോറ്റിട്ടുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഫോമിലാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ബിഎൽസി കോച്ചാകുമ്പോ എന്ത് നടക്കാനോ. യൂത്ത്സിനെ പ്രൊമോട്ട് ചെയ്യാത്ത നില കോച്ച് വേറെ. യൂത്തിന് എപ്പോഴും ഇതാണ് അണ്ടർ ഡോഗിന്റെ ഇതുണ്ട്. ആ ഏത് വലിയ ടീമിനെ അട്ടിമറിക്കാനുള്ള പവറാണ് യൂത്തിന്. സ്കലോണി എന്തെങ്കിലും മാർഗം കാണും, കുഴപ്പമൊന്നുമില്ല. കോൺഫിഡന്റ് ആണ്. മെസ്സി ഇല്ലേ, പുളുകല്ലേ, പുളുക ഉണ്ടാവുമ്പോ ആ പുളുകുണ്ട്. പുളുക ഉണ്ടാവുമ്പോ നമ്മളെന്തിനാ പേടിക്കുന്നത്? കോൺഫിഡന്റ് കാരണം ഈ കാലത്തില്ലാത്ത കോൺഫിഡൻസിലാണ് പോകുന്നുണ്ട്. കാരണം വേൾഡ് കപ്പ് അടിച്ച് നിൽക്കുകയാണ്, എല്ലാവരും നല്ല ഫോമിലാണ്. സ്ക്വാഡ് കിട്ടിയത് പ്രഷർ ഇല്ലല്ലോ. എന്തിനാണ് പ്രഷർ എടുക്കുന്നത്? നോക്കാം. പണ്ട് മറ്റേ സ്പെയിന് അടിച്ച പോലെ വേൾഡ് കപ്പ് കിട്ടുമോ നോക്കാം. എനിക്ക് മറ്റേ ബ്രസീൽ ടീമിനെ ലൈക്ക് വിനീഷ്യസ് റോഡ്രിഗോന്റെ കളി കണ്ടിട്ടാണ്. വിനീഷ്യസ് നല്ല പ്ലെയർ ആണ്. കാരണം ഈ സീസണിൽ ബാലൻഡിയോർ അടക്കം അടിക്കാൻ ചാൻസ് ഉള്ള പ്ലെയർ ആണ്. പക്ഷെ ബ്രസീൽ കളിക്കുമ്പോൾ ഇപ്പോഴും ഫാൻസ് തന്നെ എടുത്ത് പറയാറുണ്ട് ആ ഒരു ആത്മാർത്ഥത കാണിക്കാറില്ല എന്നുള്ളത്. അപ്പം അത് തരണം ചെയ്ത് കഴിഞ്ഞാൽ ബ്രസീൽ നല്ല ചാൻസ് ഉണ്ട്. അതെ, മെന്റാലിറ്റി എനിക്ക് തോന്നുന്നില്ല. ആ ഒരു കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി അവർക്കൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ, സെമി, അത് കഴിഞ്ഞാൽ അവരെ ഫ്യൂൽ ചെയ്യും. പക്ഷെ ലാസ്റ്റ് അർജന്റീനയായിട്ട് അവരെ ഹോമിലുണ്ടായ മറ്റേ അടി ഉണ്ടായ മാച്ചില്ലേ, അന്ന് പെരും കളിയായിരുന്നു. അന്ന് ആ ന്യൂ കാസിലുള്ള ചങ്ങായൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഹിമാറസ് അല്ല, ഒരു ഹൈറ്റ് ഉണ്ടായിട്ട് റെഡൊക്കെ കിട്ടിയായിരുന്നു, എനിക്കറിയില്ല. നമ്മളായിട്ടുള്ള കളി അർജന്റീനയും ബ്രസീലും കൂടി ബ്രസീലിലൊരു കളി ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അവർ തല്ലൊക്കെ ഉണ്ടാക്കി ആകെ സീനാക്കി. അമേരിക്ക ഫൈനലല്ലോ, അല്ലല്ല ഫ്രണ്ട്ലി. ആ പോലീസുകാര് രാത്രി അടിച്ച കളിയില്ലേ, ആശാവർക്കറൊക്കെ കളി. ആ കളിയിലെ ആ ഗിമാറസ് അല്ല ന്യൂകാസില് ബ്രസീൽ ഒരു ഹൈറ്റ് ഭയങ്കര ഹൈറ്റ് ഉണ്ടായിട്ട് മുടി വേറെ കളറാണ്. ആ അതെ, ഏതായാലും കുറച്ച് പേടിക്കാനുള്ളത്. ഉറുഗ്വയുണ്ട്, ചില്ലൊന്നും ടീമില്ല.
പിന്നെ കൊളംബിയ, USA കുറെ ടീമുണ്ട്. US ഉണ്ടല്ലോ, US നല്ല കാനഡ. കുഴപ്പമില്ലാത്ത ടീമുകളുണ്ടല്ലോ. മെക്സിക്കോയും കുഴപ്പമില്ലാത്ത ടീം ഉണ്ടാവും. പക്ഷെ ലോങ് റണ്ണിൽ നിൽക്കുമോ നമുക്ക് സംശയം. അടിക്കാൻ മാത്രം power ഉണ്ടോ എന്ന് അതെ, എന്തായാലും നല്ല കളി കണ്ടാ മതി. മറ്റേ കൊളംബിയയും ഇവരൊക്കെ പണ്ടത്തെ ലെജൻഡറി ടീമുകളാണ്. മറ്റേ വൾഡറാമ. ഏർലി മോർണിംഗ് ആയിരിക്കും കളി, അതാണ് ഒരു ചലഞ്ച്. അതാണ് ഇപ്പോഴത്തെ, അതായത് ഇനി വരുന്ന മാസം ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് നിർണായകമായ മാസം. രാത്രി ഉറങ്ങാതിരിക്കേണ്ടി കാരണം വരില്ല. പിന്നെ ക്രിക്കറ്റ് പ്രേമിയും കൂടിയാണ് പറയും വേണ്ട. 2020 വേൾഡ് കപ്പ് വരുന്നുണ്ട്. ഇനിയിപ്പോ ഫുട്ബോൾ ആണെങ്കിൽ യൂറോ കപ്പ് രണ്ടിനും ടൈം ഒരുമിച്ച് അതായത് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും. യൂറോ കപ്പ് 6:30 സ്റ്റാർട്ട് ചെയ്യും. ജൂൺ 14 മുതൽ ജൂലൈ 14 ഫൈനലിൽ വരുന്നവരാണ് പിക്ചർ. 6:30 ഉണ്ട്, 8:30 ഉണ്ട്, 12 കളിയുണ്ട്. അതേപോലെ കോപ്പ അമേരിക്ക 5:30 7:00 കളി വരുന്നത് രാവിലെ. അതേ ഡേറ്റിനാണ് ഏകദേശം. ഏകദേശം രണ്ടും ഫൈനൽ ഒരേ ദിവസമാണ്. രാത്രി 12:30 ഒരു ഫൈനലും രാവിലെ 5:30 ഒരു ഫൈനലും. കാണാം, എന്തായാലും നോക്കാലോ. നമുക്ക് അതിന് മുന്നേ എന്തായാലും ഒന്ന് ഇരിക്കാം. നമുക്ക് അനലൈസ് ചെയ്യാവുന്ന നമ്മള് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതല്ലേ. സീസൺ എൻഡിങ് അതിന് മുന്നേ ഇരിക്കാം. സമ്മറി അല്ലേ പ്രേമ? വൈ ദ ഹെൽ നോട്ട്? Why the hell not? That's a wrap.